ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാജി നോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ബിൽഡിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആസ് പെർ ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസിൻ്റെ ബേസിസിൽ ബിൽഡിങ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഓൾ സ്ട്രക്ചറൽ കമ്പണൻസും 4 മണിക്കൂർ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രക്ചറൽ കമ്പണൻസും 3 മണിക്കൂർ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ടൈപ്പ് 3 എല്ലാ സ്ട്രക്ചറൽ കമ്പണൻസും 2 മണിക്കൂർ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രക്ചറൽ കമ്പണൻസും 1 മണിക്കൂർ മാത്രമേ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഇറ്റ്സ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ് ആണ്. നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആസ് പെർ മെറ്റീരിയൽസ് യൂസ്ഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ RCC. RCC എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ, ദെൻ സ്റ്റീൽ സ്ട്രക്ചർ, ദെൻ കോമ്പോസിറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വരും സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ആസ് പെർ മെത്തേഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ്റെ ബേസിസിലായിരുന്നു. ഇവിടെ പറയുന്നത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ ബിൽഡിങ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആൻഡ് നോൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ. നോൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിനെ നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നും പറയും. ഓക്കെ, ലോഡ് ബെയറിംഗ് സ്ട്രക്ചറും നോൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിലുള്ള വ്യത്യാസമാണ്. അതായത് ലോഡ് റൂഫിൻ്റെയും ഫ്ലോർസിൻ്റെയും എല്ലാ ലോഡും ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചുമരുകളിലൂടെയാണെങ്കിൽ, തിക്ക് വോൾസിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതേസമയം റൂഫിൻ്റെയും ഫ്ലോർസിൻ്റെയും എല്ലാ ലോഡും ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോളംസ് അല്ലെങ്കിൽ ഫൂട്ടിങ്സ് വഴിയാണെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ നോൺ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവ തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഒരു 4 to 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ. സോ ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വോളിലൂടെയാണെങ്കിൽ അത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ, അതല്ല കോളംസ് അല്ലെങ്കിൽ ഫൂട്ടിങ്സിലൂടെയാണെങ്കിൽ അത് ഫ്രെയിംഡ് സ്ട്രക്ചർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വോൾസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വോൾസിന് ത്രൂ ഔട്ട് ആയിട്ട് ഫൗണ്ടേഷൻ ആവശ്യമാണ്. അതേസമയം ഫ്രെയിംഡ് സ്ട്രക്ചറിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? കോളംസിലൂടെയാണ്. അതുകൊണ്ട് ഫൂട്ടിങ്സ് എവിടെ മതി? കോളംസിൽ മാത്രം മതി. ഓക്കെ, ഇനി ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ വോൾസിലൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വോൾസിൻ്റെ തിക്നെസ് അറ്റ്ലീസ്റ്റ് 200 mm എങ്കിലും ആവശ്യമാണ്. അതേസമയം ഫ്രെയിംഡ് സ്ട്രക്ചറിൽ എക്സ്റ്റീരിയർ വാൾസിന് 200 mm തിക്നെസ് ഉണ്ടായാൽ മതി. ഓൺലി എക്സ്റ്റീരിയർ വാൾസിൽ മാത്രം 200 mm തിക്നെസ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ ഒരുപാട് ഓപ്പണിങ്സ് പെർമിറ്റഡ് അല്ല. ഓൾമോസ്റ്റ് ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിലോ അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ 1 or 2 സ്റ്റോറി ബിൽഡിങ്ങിന് മാത്രം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതേസമയം ഫ്രെയിംഡ് സ്ട്രക്ചർ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുള്ളത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൻ്റെയും ഫ്രെയിംഡ് സ്ട്രക്ചറിൻ്റെയും ഫിഗേഴ്സ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിൽ വോൾസിലൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ്. 1 or 2 സ്റ്റോറി ബിൽഡിങ്ങിൽ മാത്രമേ ഇത് സ്യൂട്ടബിൾ ഉള്ളൂ. അതേസമയം ഇപ്പുറത്ത് വരുമ്പോഴോ ഫ്രെയിംഡ് സ്ട്രക്ചർ എങ്ങനെയാണ്?
കോളംസ് ത്രൂ ആണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കോളംസിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യേണ്ടയുള്ളൂ. പിന്നെ നോ റെസ്ട്രിക്ഷൻസ് അങ്ങനെയെല്ലാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിഗർ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ദെൻ based on fire resistance, classification based on materials used and type of construction നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് നോക്കാം, കോമ്പണൻസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, രണ്ട് പാർട്ടാണുള്ളത്, സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവലിന് താഴോട്ടുള്ളതിനെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്, മുകളിലോട്ടുള്ളതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. പേര് പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബിലോ ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ലെവലിന് താഴെയാണ് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ കഴിയുക അല്ലേ. ഈ ഫൗണ്ടേഷന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രക്ചറിന്റെ ഫങ്ഷൻസ് പറയുമ്പോൾ എന്തൊക്കെ വരും, സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്, സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. അതുപോലെ ടോട്ടൽ ലോഡിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സബ്സ്ട്രക്ചർ ആണ്. പിന്നെന്താണ്, നമ്മൾ പറഞ്ഞു സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ മുകളിലാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷന് വേണ്ട ലെവൽ ആൻഡ് ഫേം സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് സബ്സ്ട്രക്ചർ ആണ്. പിന്നെ എന്താ പറഞ്ഞത്, ഇറ്റ് പ്രിവെന്റ്സ് അൺഈക്വൽ ഓർ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന സ്ട്രക്ചറിന്റെ അൺഈക്വൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ ബിൽഡിങ്ങിനെ സ്ലൈഡിംഗ്, ഓവർ ടേണിംഗ്, അണ്ടർമൈനിങ് പോലെയുള്ളവയിൽ നിന്ന് ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റിയെ എൻഷുർ ചെയ്യുന്നതും ആരാണ്, സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ബിൽഡിങ്ങിന്റെ അടുത്തൊരു പാർട്ടാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇറ്റ്സ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ്. നമ്മൾ പറഞ്ഞ സബ്സ്ട്രക്ചറിന്റെയും സൂപ്പർ സ്ട്രക്ചറിന്റെയും നടുക്ക് കാണുന്ന ഒരു പോർഷനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബേസ്മെന്റ്, ഓൾസോ കോൾഡ് ആസ് ബേസ്മെന്റ് എന്നും വിളിക്കും. ഈ പ്ലിന്തിന്റെ മിനിമം ഹൈറ്റ് 45 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താണ് പ്ലിന്തിന്റെ ഫങ്ഷൻസ്? ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ സബ്സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പ്ലിന്തിന്റെ ഒരു ഫങ്ഷൻ. പിന്നെന്താണ്, ഇറ്റ് ആക്ട് ആസ് എ റീറ്റെയിനിങ് വാൾ ഫോർ ദ ഫില്ലിംഗ് ഇൻസൈഡ് ദി പ്ലിന്ത്. പ്ലിന്തിന്റെ അകത്തുള്ള ഫില്ലിങ്ങിന് ഒരു റീറ്റെയിനിങ് വാൾ ആയിട്ടും പ്ലിന്ത് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ ബിൽഡിങ്ങിൽ ഉണ്ടാകാവുന്ന ഡാംനെസ്, മോയ്സ്ചർ പെനിട്രേഷൻ പോലുള്ളവയിൽ നിന്ന് ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആരാണ്, പ്ലിന്ത് ആണ്. പിന്നെ അതുപോലെ ഇറ്റ് ഇംപ്രൂവ്സ് ദി ആർക്കിടെക്ചറൽ അപ്പിയറൻസ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ അപ്പിയറൻസിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ പ്ലിന്ത് ഇംപ്രൂവ്സ് ദി ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ബിൽഡിങ്ങിന്റെ പാർട്ടാണ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റഡ് എബവ് ദി പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിന്റെ മുകളിലാണ് സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും, വാൾസ് ആൻഡ് പിയേഴ്സ്, ഫ്ലോർസ്, ഡോർസ് ആൻഡ് വിൻഡോസ്, ലിൻഡൽസ്, സൺഷെയ്ഡ്സ്, റൂഫ്സ്, സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ്, ഫിനിഷസ് ഫോർ വാൾസ്. ഇതെല്ലാം സൂപ്പർ സ്ട്രക്ചറിന്റെ പാർട്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേത് വാൾസ് ആൻഡ് പിയേഴ്സ്. വാൾസും പിയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാൾസ് എന്ന് പറഞ്ഞാൽ ചുമരുകൾ അല്ലേ. നമ്മൾ ഒരു സ്പേസിനെ ഡിഫറെൻറ്റ് റൂംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, വാൾസ് എന്ന് പറയുന്നത്. വാൾസ് നമ്മൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതാണ്, വാൾ എന്താ ചെയ്യുന്നത്, റൂഫിൻ്റെയും ഫ്ലോസിൽ നിന്നൊക്കെ വരുന്ന ലോഡ്സിനെ ഫൗണ്ടേഷനിലേക്ക്
ട്രാൻസ്ഫർ ചെയ്ത് ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? വാൾസ് ആണ്. അതേസമയം എന്താണ് പിയേഴ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ്? എന്താണത്? തൂണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാളിന്റെ തിക്കൻഡ് സെക്ഷൻസ് ഓഫ് വാൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിയേഴ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലായിരിക്കും ഇതെല്ലാം കാണാൻ സാധിക്കുക അല്ലേ? ഓരോ തൂണുകൾ അടുപ്പിച്ചടുപ്പിച്ച തൂണുകളല്ലല്ലോ, കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് പിയേഴ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ് കാണാൻ സാധിക്കും. ടു ക്യാരി, എന്ത് ക്യാരി ചെയ്യാനാണ്? ടു ക്യാരി കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിയേഴ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻ്റർവെൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വാൾസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ക്യാരി ലോഡ് സേഫ്ലി. നമ്മൾ പറഞ്ഞു ഈ റൂഫിൻ്റെയും ഫ്ലോസിൻ്റെയും ഒക്കെ ലോഡ്സ് എവിടെയാണ്? വാളാണ് ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാരി ചെയ്യാനുള്ള സ്ട്രെങ്ത് വാൾസിനുണ്ടായിരിക്കണം. അതുപോലെ അടുത്ത പോയിന്റ് എന്താണ്? ദ എക്സ്റ്റേണൽ വാൾസ് ഷുഡ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് റെസിസ്റ്റൻറ്റ് അഗെയിൻസ്റ്റ് വെതറിങ് ഏജൻസീസ്. അതായത് ചൂടായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, സൺ, വിൻഡ്, ഹീറ്റ്, വട്ടെവർ വെതറിങ് ഏജൻസീസ് എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് സഫിഷ്യൻറ്റ് റെസിസ്റ്റൻസ് കൊടുക്കാൻ എക്സ്റ്റേണൽ വാൾസിന് സാധിക്കണം. കാരണം ഈ വെതറിങ് ഏജൻസീസ് എഫക്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ വാൾസിനെയാണല്ലോ. അപ്പോൾ എക്സ്റ്റേണൽ വാൾസിന് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്? ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ബൈ ലാറ്ററൽ ഫോഴ്സസ് കാരണം ഉണ്ടായേക്കാവുന്ന ഓവർ ടേണിങ്ങിൽ നിന്ന് റെസിസ്റ്റൻറ്റ് ചെയ്യാനുള്ള കഴിവ് വാൾസിനുണ്ടായിരിക്കണം. പിന്നെന്താ? ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. സഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ ഉണ്ടായിരിക്കണം. ഒരുപാട് ചൂട്, ഒരുപാട് സൗണ്ടോ ഒന്നും അകത്തേക്ക് കയറാത്ത തരത്തിൽ ഇൻസുലേഷൻ ചെയ്യാനുള്ള കഴിവ് വാൾസിനുണ്ടായിരിക്കണം. ദെൻ ഒബ്വിയസ്ലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വാൾസ് മെയിൻലി കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഫോർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അത് പ്രൊവൈഡ് ചെയ്യാനും വാൾസിന് സാധിക്കണം. സോ ഇതെല്ലാമാണ് വാൾസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തം പോയിന്റ്സ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന സിമ്പിൾ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഫ്ലോസ് എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ടു ഡിവൈഡ് എ ബിൽഡിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റോറീസ് അല്ലേ? അതായത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇങ്ങനെ ഓരോ നിലകളായിട്ട് ഒരു ബിൽഡിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫ്ലോസിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ടു ഗിവ് സപ്പോർട്ട് ടു ഒക്യുപ്പൻസ്. ഈ ബിൽഡിങ്ങിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സിനും, ഫർണിച്ചർ, ഒക്യുപ്പൻസ് എല്ലാത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫ്ലോസിന്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, ഇനി ഫ്ലോസിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ വാൾസിൽ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ക്യാരി ലോഡ് സേഫ്ലി. ലോഡ്സ് എല്ലാം സേഫ് ആയിട്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്ലോസിനുണ്ടായിരിക്കണം. അതുപോലെ ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആയിരിക്കണം, സ്മൂത്ത്, ഇംപെർവിയസ്, ഡ്യൂറബിൾ, അതുപോലെ വെതർ റെസിസ്റ്റൻറ്റും ആയിരിക്കണം. പിന്നെന്താണ് അടുത്തത്? ഇറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫയർ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കണം. ഇതെല്ലാമാണ് ഫ്ലോസിന്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ്. നമുക്കറിയാലോ എന്തിനാണ്? ഒന്നുകിൽ ഒരു ബിൽഡിങ്ങിലേക്കുള്ള ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയർസ് യൂസ് ചെയ്യും. നമുക്കറിയുന്ന കാര്യമാണ്. നമ്മളൊരു ബിൽഡിങ്ങിൽ സ്റ്റെയർസ് കൊടുക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്നറിയോ? ഇറ്റ് ഷുഡ് ബി ആക്സസ്ഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഈസി ആയിട്ടും വളരെ പെട്ടെന്നും വളരെ എളുപ്പത്തിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ എപ്പോഴും സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താ? നമ്മൾ വാൾസിൽ പറഞ്ഞ എല്ലാ റിക്വയർമെന്റ്സും ഇവിടെയും ബാധകമാണ്. നമ്മൾ പറഞ്ഞില്ലേ, വെതർ റെസിസ്റ്റൻറ്റ്, ഫയർ റെസിസ്റ്റൻറ്റ്, ഡ്യൂറബിൾ, ഇതെല്ലാം ഇവിടെയും വരും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പാർട്ട് ഡോസ് ആൻഡ് വിൻഡോസ്. എന്താണ്? ഡോസ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക? ഒന്നുകിൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ബിൽഡിങ്ങിലേക്കുള്ള ആക്സസ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള റൂമുകൾ തമ്മിലുള്ള ആക്സസ്. മനസ്സിലായല്ലോ? പ്രൊവൈഡ് ടു ഗിവ് ആക്സസ് ടു ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ് ആസ് വെൽ ആസ് ടു കണക്ട് ഇന്നർ റൂംസ് ഓഫ് ദ ബിൽഡിംഗ്. അതാണ് ഡോഴ്സ്. അതുപോലെ വിൻഡോസ്, ജനലുകൾ എന്തിനാണ്? ആൻ ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഫോർ വെന്റിലേഷൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ്. നാച്ചുറൽ ലൈറ്റിനും വെന്റിലേഷനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ് വിൻഡോ.
ഇനി ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഫീച്ചേഴ്സ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. വെതർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടായിരിക്കണം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബീംസ് ആൻഡ് ലിൻഡൽസ്. എന്താണ് ബീം? എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ക്യാരീസ് ഫ്ലോർ സ്ലാബ് ഓർ റൂഫ്. ഫ്ലോർ സ്ലാബോ അല്ലെങ്കിൽ റൂഫ് സ്ലാബോ രണ്ടും ക്യാരി ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിൻഡൽ? ലിൻഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾസിൽ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യില്ലേ, ഇത് ഡോഴ്സിന് അല്ലെങ്കിൽ വിൻഡോസ് അല്ലെങ്കിൽ മറ്റെന്തിനേലും വേണ്ടിയിട്ട് നമ്മൾ വാൾസിൽ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ കൊടുക്കുന്ന മേസൺറി വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീമാണ് ലിൻഡൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത പാർട്ട് സൺഷെയ്ഡ്. സൺഷെയ്ഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, എന്താണ്? ബിൽഡിങ്ങിൻ്റെ ഔട്ട്സൈഡിൽ കാണുന്ന ഒരു പ്രൊജക്ഷൻ ആണ്. അതെവിടെയാണ്? ഡോഴ്സിൻ്റെയും വിൻഡോസിൻ്റെയും മുകളിലായിട്ടായിരിക്കും കാണുക. എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്? ഡയറക്റ്റ് സൺലൈറ്റും റെയിനും ഒന്നും തന്നെ റൂമിലേക്ക് ഡയറക്റ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റൂഫ്. റൂഫ് എന്താണ്? കവർ ഫോർ ദ ബിൽഡിംഗ്. നമുക്കറിയാലോ, ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന പാർട്ടാണ് റൂഫ്. ഒരു ബിൽഡിങ്ങിൻ്റെ കവറാണ് റൂഫ് എന്ന് പറയുന്നത്. റൂഫ് ഇറ്റ് മേ ബി ഫ്ലാറ്റ്, സ്ലോപ്പിംഗ് ഓർ കർവ്ഡ് ടൈപ്പ്. ഫ്ലാറ്റ് ആകാം, സ്ലോപ്പിംഗ് ആവാം, അല്ലെങ്കിൽ കർവ്ഡ് ടൈപ്പുള്ള റൂഫും അവൈലബിൾ ആണ്. പിന്നെ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ട്രോങ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, വെതർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, പിന്നെ അതുപോലെ ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ. then അടുത്ത് വരുന്നത് പാരപ്പറ്റ്. പാരപ്പറ്റ് എന്താണ്? നമ്മൾ റൂഫിൻ്റെയും മുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് മേസൺറി വാളാണ് പാരപ്പറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാ വീട്ടിലും. റൂഫിൻ്റെ മുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് മേസൺറി വാളാണ് പാരപ്പറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്? ഫോർ ഗുഡ് അപ്പിയറൻസ്. നല്ലൊരു അപ്പിയറൻസ്, എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരപ്പറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെതറിംഗ് കോഴ്സ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ റൂഫ് സ്ലാബിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? വെതറിംഗ് ഏജൻസീസിൽ നിന്ന് റൂഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ് വെതറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വരുന്നത് ഫിനിഷേഴ്സ് ഫോർ വാൾസ്. അതെന്താ സംഭവം? കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മൂടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്യില്ലേ, അതാണ് ഫിനിഷേഴ്സ് ഫോർ വാൾസ്. എന്തൊക്കെയാണ്? പോയിന്റിങ്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ഡിസ്റ്റംബറിങ് എക്സെട്ര. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഇറ്റ് പ്രൊട്ടക്ട് വാൾസ് ഫ്രം ഇഫക്ട്സ് ഓഫ് വെതർ റെസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുവർ വർക്ക്മാൻഷിപ്പ്, നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ കവർ ചെയ്യാൻ നമുക്ക് ഫിനിഷേഴ്സ് കൊണ്ട് സാധിക്കും. ദെൻ ഒബ്വിയസ്ലി എന്തിനു വേണ്ടിയിട്ടാണ്? എസ്തെറ്റിക് അപ്പിയറൻസ്, ഒരു ഗുഡ് ലുക്കിംഗ് ബിൽഡിംഗ് ആവാൻ വേണ്ടിയിട്ടൊക്കെ. പെയിന്റ് അടിച്ചാൽ നല്ല ലുക്കല്ലേ ബിൽഡിങ്സ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിനിഷേഴ്സ് ഫോർ വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ കോമ്പണൻസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ കമ്പണൻസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് കണ്ടു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സൈറ്റ് സെലക്ഷൻ ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നോക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.